ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നെർബിൻ ബ്ലോഗ്സ്. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജർമ്മനിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്. ജർമ്മനിയിൽ ഒരു മാസം എത്ര രൂപയാണ് ചെലവ് വരുന്നത്, അത് എന്തിനൊക്കെയാണ് ചെലവ് വരുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ജർമ്മനിയിൽ ഒരു മാസത്തെ ചെലവ് പറയുവാണെങ്കിൽ ആദ്യം തന്നെ വരുന്നതാണ് മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാടക. ഇപ്പൊ വാടക വരുന്നത് ഓരോ സിറ്റി അനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പൊ വലിയ സിറ്റിയിലാണ് നമ്മൾ താമസിക്കുന്നത്, അതായത് ഫ്രാങ്ക്ഫർട്ട്, ബെർലിൻ പോലെ വലിയ സിറ്റിയിലാണ് നമ്മൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വാടക വരുന്നത് ഏകദേശം 800 to 1500 ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വലിയ സിറ്റിയും അല്ല എന്നാൽ ഭയങ്കര ചെറിയ സിറ്റിയും അല്ല, ഒരു ഇടത്തരം സിറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാടക വരുന്നത് ഒരു 600 to 1000 ഒക്കെ ആയിരിക്കും വാടക വരുന്നത് ഏകദേശം. അതുപോലെ നമ്മളൊരു വില്ലേജ് അങ്ങനെ ഒരു ഇതിലാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സിറ്റിയിലാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ വാടക വരുന്നത് ഒരു 400 to 800 ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ സിംഗിൾസ് ആയിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഷെയർഡ് അപ്പാർട്ട്മെന്റ് കിട്ടും. അതായത് അതിന് പറയുന്നത് വോൺഗെമെൻഷാഫ്റ്റ് എന്നാണ്, വേഗി എന്നാണ് പറയുന്നത്. അപ്പൊ അത് നമുക്ക് കോമൺ ആയിട്ടൊരു റൂം, നമുക്ക് സ്വന്തമായിട്ടൊരു റൂം ഉണ്ടായിരിക്കും. അതുപോലെ കോമൺ ആയിരിക്കും കിച്ചണും ബാത്റൂമും ഒക്കെ. അപ്പൊ അതിന് ഏകദേശം 250 to 500 റേഞ്ചിലൊക്കെ നമുക്ക് വീട് കിട്ടും. ഇനി നമുക്ക് വരുന്ന ചെലവാണ് ഫുഡിൻ്റെത്. ഫുഡിന്റെ ചെലവ് ഒരു മാസം നമുക്ക് വരുന്ന ഏകദേശം 150 to 250 ആണ്. നമുക്ക് ഇവിടെ ജർമ്മനിയിൽ ഒരുപാട് ജർമ്മൻ സൂപ്പർ മാർക്കറ്റുകൾ അവൈലബിൾ ആണ്. നോർമാൻ, നെറ്റോ, കൗഫ്ലാൻഡ്, ലിഡില്, അങ്ങനെ ഒരുപാട് ജർമ്മൻ സൂപ്പർ മാർക്കറ്റുകളുണ്ട്. അവിടെ നമ്മുടെ ഒട്ടുമിക്ക സാധനങ്ങളും ഈ സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും. അതുപോലെ തന്നെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റുകളും നമ്മുടെ ഇവിടെ മിക്ക സിറ്റികളിലും അവൈലബിൾ ആണ്. അവിടെ ഈ ജർമ്മൻ സൂപ്പർ മാർക്കറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് വില കൂടുതലായിരിക്കും. അതേപോലെ മിക്ക സിറ്റികളിലും നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറന്റ് അവൈലബിൾ ആണ്. കൂടാതെ ബർഗർ കിങ്, മാക്ഡൊണാൾഡ്സ്, ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് ഇതിനെ ആശ്രയിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ 150 to 250 ചെലവ് നിൽക്കത്തില്ല, നമുക്ക് അത്യാവശ്യം നല്ല കൂടുതലായിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്ന ചെലവാണ് ട്രാവൽ എക്സ്പെൻസ്. ട്രാവൽ എക്സ്പെൻസിന് വേണ്ടിയിട്ട് ജർമ്മൻ ഗവൺമെന്റ് 58 യൂറോയുടെ ഒരു ഡോച്ച്ലാൻഡ് ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡോച്ച്ലാൻഡ് മുഴുവൻ നമുക്ക് ഈ ടിക്കറ്റ് വെച്ച് ട്രാവൽ ചെയ്യാൻ പറ്റും. ഈ ട്രാവലിന് വരുന്ന ചെലവ് 58 യൂറോ ആണ്. ഇത് നമ്മൾ ഡെയിലി നമ്മൾ ട്രാവൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബസ്സിലും ട്രാമിലും ട്രെയിനിലും ഒക്കെ ഈ ടിക്കറ്റ് വെച്ച് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലോങ് ട്രിപ്പ്, നമുക്ക് പെട്ടെന്ന് എത്തേണ്ട സാഹചര്യം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ICE ട്രെയിനുകൾ അവൈലബിൾ ആണ്. ICE ട്രെയിന് നമ്മുടെ ഇത് വെച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമ്മൾ നേരത്തെ ഒക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൈസയൊക്കെ കുറഞ്ഞു കിട്ടും. പക്ഷേ നമ്മൾ നാളെ പോകണമെങ്കിൽ ഇന്നൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ആയിരിക്കും ഈ ICE ട്രെയിനുകൾക്ക്. ഇനിയിപ്പോൾ കാർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെലവ് വരുന്നത് പെട്രോളിന്റെ ചെലവ് വരും, അതുപോലെ പാർക്കിങ്ങിന്റെ ചെലവ് വരും, അതുപോലെ തന്നെ ഇൻഷുറൻസ് നമ്മളിവിടെ മന്ത്ലി ഇൻഷുറൻസിന്റെ പേയ്മെന്റ് അടയ്ക്കേണ്ടതുണ്ട്. ഇതിന് ഏകദേശം നമുക്ക് ചെലവ് വരുന്നത് ഇൻഷുറൻസിനും പാർക്കിങ്ങിനും കൂടെ 100 to 250 ആയിരിക്കും പേയ്മെന്റ് വരുന്നത്. ഇനിയിപ്പോൾ ചെലവ് വരുന്നത് ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ ഗ്യാസ്. അപ്പൊ ഇതിന് രണ്ടിനും കൂടെ ഏകദേശം 100 to 250 യൂറോ ഒക്കെ മന്ത്ലി പേയ്മെന്റ് നമ്മൾ അടയ്ക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട്ടിലെ വൈഫൈ എടുക്കുമ്പോൾ നമ്മൾ മന്ത്ലി പേയ്മെന്റ് വരുന്നത് ഒരു 30 to 50 ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഫോണിൽ റീചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ റീചാർജിന് വേണ്ടിയിട്ട് ഒരു 5 യൂറോ to 25 യൂറോ നമ്മൾ പേയ്മെന്റ് അടയ്ക്കേണ്ടി വരും. ഇനിയിപ്പോ നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച്, ഇപ്പൊ നമുക്ക് ജിമ്മിൽ പോകാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ജിമ്മിൽ പോകണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു പേയ്മെന്റ് വരും. മന്ത്ലി പേയ്മെന്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ നാട്ടിലുള്ള ഏകദേശം ഒരു എമൗണ്ട് തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് കുറച്ച് അല്ലാത്ത ചെലവുകളും കൂടെ വരുമ്പോൾ കുറച്ച് ഒരു എക്സ്ട്രാ ചെലവുകളും കൂടെ ഉണ്ടാവും. ഇനിയിപ്പം ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇപ്പം റേഡിയോയ്ക്കും ടിവിക്കും അതിപ്പം നമ്മുടെ ഗവൺമെന്റ് ഇപ്പം നമ്മൾ യൂസ് ചെയ്താലും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഗവൺമെന്റിന് ഒരു 200 to 250 യൂറോ വർഷത്തിൽ അടയ്ക്കണം. അതിപ്പം നമുക്ക് വേണമെങ്കിൽ 4 പ്രാവശ്യമായിട്ട് അടയ്ക്കാം, അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യമായിട്ട് അടയ്ക്കാം, അല്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ട് അടയ്ക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് അങ്ങനെ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതാണ് വേസ്റ്റ് ഡിസ്പോസൽ. അതിനു വേണ്ടിയിട്ടും അതിനും കുറച്ചൊരു പേയ്മെന്റ് നമ്മൾ അടയ്ക്കേണ്ടതുണ്ട് ഗവൺമെന്റിന്. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് വരുന്ന ചെലവുകൾ. അപ്പൊ നമ്മൾ ആവറേജ് നോക്കുവാണെങ്കിൽ ഒരു 1000 to 1500 ഇടയിലായിരിക്കും നമുക്ക് വരുന്ന ഒരു മന്ത്ലി വരുന്ന ചെലവ്.
അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ചൂസ്.